Assalamualaikum. Welcome to Zeena's Homemade Recipes. This channel നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം അതിന് കൂടെയുള്ള ബെൽ ഐക്കൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ റോസ്റ്റ് ആണ്. നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനു വേണ്ടി 1/2 കിലോ ചിക്കനാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇൻഗ്രീഡിയൻസ് അതിൻ്റെ അരപ്പിന് വേണ്ടിയുള്ളതാണ്. അതിൽ ചെറിയുള്ളി ഉണ്ട്, ഇഞ്ചി വെളുത്തുള്ളി ഉണ്ട്, വറ്റൽമുളക്, കറിവേപ്പില, മല്ലിയില, ഇത്രയാണ്. ഇത് നന്നായിട്ട് അരച്ച് പേസ്റ്റ് ആക്കി എടുക്കുകയാണ് വേണ്ടത്. ആദ്യം തന്നെ വറ്റൽമുളക് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ ചെറിയുള്ളിക്ക് പകരം സവാള യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ ചെറിയുള്ളി ഇടുമ്പോഴാണ് നമുക്ക് കുറച്ചുകൂടെ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് അധികം എരിവൊന്നും ഉണ്ടാവില്ല, പക്ഷെ നല്ല കളർ ഉണ്ടാവുകയും ചെയ്യും. ഇനി സാധാ മുളക് പൊടി ചേർക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല, കളറ് കുറച്ചൊന്ന് കുറയുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള അത്രയും ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം 1/2 ഗ്ലാസ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള അരപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല സ്മൂത്തായിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് റോസ്റ്റ് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ചൂടായിട്ടുള്ള ഒരു പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിക്കുന്നുണ്ട്. ശേഷം നമ്മൾ ഇതിലേക്ക് 3 ചെറിയ പീസ് കറാമ്പട്ടയും 4 ഗ്രാമ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം നമ്മുടെ ചിക്കൻ പീസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ചിക്കൻ മസാലയിൽ നന്നായിട്ട് പൊതിഞ്ഞെടുക്കണം, എന്നാലേ മസാല നന്നായിട്ട് പിടിക്കുള്ളൂ. ഇത് നമ്മൾ വേറെ മാരിനേഷൻ ഒന്നും ചെയ്യാത്തതുകൊണ്ട് മസാലയിൽ തന്നെ നന്നായിട്ട് ഡിപ്പ് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇത്രയും കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അടച്ചു വെച്ചൊരു 10 മിനിറ്റ് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു കഷ്ണം നാരങ്ങാനീര് ഒഴിച്ചു കൊടുക്കാം. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഒരു 10 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക്സ് എന്തായാലും കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അസ്സലാമു അലൈക്കും.